തൃശൂരിലെ തോൽവിയിൽ കെ മുരളീധരനും പങ്കുണ്ട് എന്ന നിഗമനത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ മുരളീധരന്റെ ഭാഗത്തും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. മുരളീധരനെ കാലുവാരി തോൽപ്പിച്ചതല്ല എന്ന വിലയിരുത്തലാണ് KPCC നേതൃത്വം. അതേസമയം ജില്ലാ നേതൃത്വത്തിനെതിരെ തൃശൂരിൽ പോസ്റ്റർ യുദ്ധം പൊടിപൊടിക്കുകയാണ്. നമുക്ക് ചോദിക്കാം അല്ലമീനോട്. തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അല്ലമീൻ. ആകെ അടിയോടടിയാണോ കോൺഗ്രസിൽ? 18 സീറ്റ് കിട്ടി, പക്ഷേ തൃശൂരിലെ അടി അത് ഒരു പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് പോവുകയാണോ? ഒരു സീറ്റ് പരാജയപ്പെട്ടപ്പോൾ ഇതാണ് അവസ്ഥ. കൂടുതൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ എങ്ങനെ അടിച്ചു തീർക്കുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ ഉയരുന്നത്. ഏതായാലും 18 സീറ്റ് വിജയിച്ചെങ്കിലും UDF വിജയിച്ചെങ്കിലും അതിൽ ഒരു സീറ്റിലെ പരാജയം, തൃശ്ശൂരിലെ പരാജയം, അത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ കോൺഗ്രസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നതാണ് ഏറെ പ്രധാനം. അതിൽ മുരളീധരൻ്റെ പ്രതികരണമാണ് ഈ ചർച്ചകളിലേക്കും അതുപോലെ തന്നെ ഈ തമ്മിലടിക്കുമൊക്കെ വഴിവെച്ചത്. നേതൃത്വം തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, ബലിയാടായി എന്നടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. ഏതായാലും അതിനെ കൊണ്ടുപിടിച്ച് അതിൻ്റെ ചുവട് പിടിച്ച് തൃശ്ശൂരിൽ നേതൃത്വം തമ്മിൽ വലിയ രീതിയിൽ അവിടുത്തെ ആഭ്യന്തര പോരും മറ്റും മറവിക്ക് പുറത്തു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മുരളീധരൻ്റെ ആവശ്യം DCC പ്രസിഡന്റിനും അതുപോലെ തന്നെ മുൻ MP TN പ്രതാപനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണം. ഇവരൊന്നും തന്നെ പ്രചരണരംഗത്ത് സജീവമായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ KPCC നേതൃത്വം, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വിലയിരുത്തുന്നത് അങ്ങനെ കാലുവാരി തോൽപ്പിക്കുകയായിരുന്നില്ല മുരളീധരനെ എന്നുള്ളതാണ്. ആ തോൽവിയിൽ പല ഘടകങ്ങൾ അതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മുരളീധരനും പങ്കുണ്ട് എന്നൊരു വിലയിരുത്തലാണ് നേതൃത്വത്തിലുള്ളത്. അതായത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും കെ മുരളീധരൻ അവിടെ ചെയ്തില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു, അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്തു. ആ ലാൻഡിംഗ് ഒക്കെ വലിയ രീതിയിൽ ആവേശപൂർവ്വം കൊണ്ടാടാനായി. പക്ഷേ അതിനുശേഷം ആ ടെമ്പോ നിലനിർത്തി കൊണ്ടുപോകാനോ ആ ഓളം സൃഷ്ടിക്കാനോ മുരളീധരനായില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടിയിരുന്ന പല ഇടപെടലുകളും പല പ്രവർത്തനങ്ങളും ആ അർത്ഥത്തിൽ ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുരളീധരൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് കൂടി നേതാക്കളുടെ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മുരളീധരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് തിരുത്താൻ പോലും അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ അതും ഈ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. മുരളീധരൻ്റെ പരാജയത്തിൽ അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങളും കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നതും. അത്തരമൊരു നിഗമനത്തിലാണ് നേതാക്കളുള്ളത്. ഇത് മാത്രമല്ല, ഈ കാലുവാരൽ കൊണ്ടുള്ള പരാജയം മാത്രമല്ല തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സാമുദായിക സമവാക്യങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലും മുരളീധരൻ്റെ ഈ കനത്ത പരാജയത്തിന് കാരണമായിട്ടുണ്ട്. ഈ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതിനോ അതിനെ മറികടക്കുന്നതിനോ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നൊരു വിലയിരുത്തൽ കൂടിയും നേതൃത്വത്തിനുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും മുരളീധരൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും തൃശ്ശൂരിലെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള പിഴവുകളും ആഭ്യന്തര പ്രശ്നങ്ങളും സംഘടനാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്ന് KPCC നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ മുരളീധരൻ്റെ പരാജയത്തിൽ നിഴലിച്ചിട്ടുണ്ടോ, പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു കമ്മീഷനെ വെച്ച് പഠിച്ച് പരിശോധിക്കാനാണ് KPCC നേതൃത്വത്തിൻ്റെ തീരുമാനം. അങ്ങനെ കമ്മീഷനെ വെച്ച് അവർ പഠിച്ച് വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മതി എന്തെങ്കിലും നടപടി. അതിനപ്പുറത്തേക്ക് തിടുക്കപ്പെട്ട DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾക്കെതിരെ ഒരു നടപടിയും തൽക്കാലത്തേക്ക് വേണ്ടതില്ല എന്ന നിഗമനത്തിലേക്ക് കൂടി നേതാക്കൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ഇതെങ്ങനെ നിയന്ത്രിക്കും, ആരെ നിയന്ത്രിക്കുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സുജയ് സൂചിപ്പിച്ചതുപോലെ വന്നവരും പോകുന്നവരും ഒക്കെ തന്നെ നേതൃത്വത്തിനെതിരെ ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചും വാക്പോരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പോർവിളി അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ നിയന്ത്രിക്കുമെന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. എന്ന് മാത്രമല്ല, എപ്പോഴത്തേക്ക് ഒരു കമ്മീഷനെ നിയമിക്കും, അവർ ആരൊക്കെയായിരിക്കും, എപ്പോഴത്തേക്ക് റിപ്പോർട്ട് ലഭിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഏറെ പ്രധാനമാണ് ഈ വിഷയത്തിൽ. ഏതായാലും മുരളീധരൻ്റെ ഭാഗത്തുള്ള വീഴ്ചയും നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏകപക്ഷീയമായ ഒരു പ്രശ്നമല്ല മുരളീധരൻ്റെ പരാജയത്തിൽ കാരണമായത് എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഒരു പൊതു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ. സുജിയ. ഓക്കെ, താങ്ക് യു. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. എങ്ങനെ തോറ്റു, എന്തുകൊണ്ട് തോറ്റു എന്നതിന് കെ മുരളീധരൻ പറയുന്ന ന്യായീകരണങ്ങൾക്ക് അല്ലെങ്കിൽ കെ മുരളീധരൻ പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി മറുഭാഗത്ത് മറ്റൊരു വിഭാഗം വളരെ കൃത്യമായി തന്നെ തലപൊക്കി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകത. അതിനി എങ്ങനെയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നോ കാര്യങ്ങൾ? തൃശ്ശൂരിലെ തോൽവിയിൽ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ ഇന്നലെ കെ സുധാകരൻ അടക്കം നടത്തിയ ശ്രമങ്ങൾ അത് പാളുകയാണ്.